എന്റെ ഭർത്താവിന്റെ അപകട മരണമാണ് അച്ഛൻ ഇത്ര പെട്ടെന്ന് ഒരു രോഗിയാക്കിയത്. സത്യം പറഞ്ഞാൽ ചിറക് നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഈ ചുറ്റുപാടിൽ തൊഴിലാളികളുടെ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം തൊഴിലാളികൾ അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരുടെ മെമ്മോറാണ്ടം തള്ളിക്കളയരുത്. അതൊരിക്കലും ചെയ്യില്ല. ഇക്കാര്യത്തിൽ അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കഴിയും വേഗം ഒരു തീരുമാനമെടുക്കണം. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തൊഴിലാളിയോട് പറയാം. അച്ഛന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മിസ്റ്റർ സോമനെ വിളിപ്പിച്ചത്. ഈ പ്രശ്നം മിസ്റ്റർ സോമൻ തന്നെ കൈകാര്യം ചെയ്യണം. എന്നാൽ കഴിവുള്ളത് ഞാൻ തീർച്ചയായും ചെയ്യാം. മിസ്റ്റർ പ്രസാദിനോട് കൂടി ഈ വിവരം ഒന്ന് വിളിച്ചു പറയുന്നത് നന്നായിരിക്കും. അത് വേണ്ട. കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. പ്രസാദിനെ തൊഴിൽ കാര്യങ്ങളിലൊന്നും ഇടപെടുത്തണ്ട. മിസ്റ്റർ സോമന്റെ തീരുമാനം അച്ഛന് സ്വീകാര്യമായിരിക്കും. മോളെ, അച്ഛൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ ഇവിടെ ഉണ്ടായിട്ടാണോ അച്ഛൻ ഇത്ര ശബ്ദത്തിൽ എന്നെ വിളിച്ചത്? പറഞ്ഞ കേൾക്കണ്ടേ? മോളെ, മുടിനാരയിൽ തൂങ്ങുന്ന എന്റെ ജീവന് ഇത്രയേറെ വേലി കെട്ടണോ? വെല്ലൂരെന്ന് ഡോക്ടർ തന്ന നിർദ്ദേശങ്ങൾ 2 മാസത്തേക്ക് അച്ഛൻ കൃത്യമായി പാലിച്ചേ പറ്റൂ. ഓ, മണി 11 ഞാൻ ചായ കൊണ്ടുവരാം. ഡോക്ടർ എന്താ നിൽക്കുന്നത്? ഒന്നുമില്ല, എന്റെ ടീയെ. ഓ, ഞാൻ മറന്നുപോയി. വരും. ഉഷയുടെ മുറി എവിടെയാണ് സാർ? ഉഷയോ? അതെ, പ്രഭു കല്യാണം ചെയ്തുകൊണ്ടുവന്ന്. ഓ, DM പ്രഭുവിന്റെ മുറിയോ? മുകളിൽ 104. ഉഷേ. ഓ, നിങ്ങളോ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ കഴിയുന്നു. എന്താ ഉഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നശിച്ചു പോകണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ തെരഞ്ഞെടുത്ത പുരുഷനാണായതുകൊണ്ട് അത് സംഭവിച്ചില്ല. ഉഷേ, ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് വന്നത്. കാര്യം? നമുക്കൊരു വീടുള്ളപ്പോ നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് സങ്കടമാണ്. ഉഷേ, ആ വീട് നിനക്കുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ വീടും പറമ്പൊന്നും വേണ്ട. എന്റെ ഭർത്താവ് കോടീശ്വരനാണ്. ഞങ്ങൾ സുഖമായി ജീവിച്ചോളാം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നിന്നെ കരുതിയത്. അതുകൊണ്ട് പറയാ, ഒരു വീട് വെച്ച് താമസം മാറുന്നവരെ ദയവ് ചെയ്ത് നീ അവിടെ വന്ന് താമസിക്കണം. പെട്ടെന്ന് സ്നേഹം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ചേട്ടനോട് പറഞ്ഞേക്കൂ, ബുദ്ധിമുട്ടിന് ഇവിടെ വന്നാൽ എന്തെങ്കിലും തരാമെന്ന്. പക്ഷെ എന്നെ അലട്ടാൻ വന്നേക്കരുത്. ഉഷേ, എനിക്ക് ലഞ്ചിന് സമയമായി. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. പൊന്മാനായി വന്ന മാരീജന്റെ നേർക്ക് ശ്രീരാമൻ വെല്ലുകുലച്ചു. പൊന്മാൻ ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അനുജ, ലക്ഷ്മണ, ഓടി വരൂ, ഓടി വരൂ എന്ന്. ശ്രീരാമന്റെ ശബ്ദം കേട്ട് ലക്ഷ്മണൻ ആശ്രമത്തിന് വാതിൽക്കൽ ഒരു വര വരച്ചു. സീതാദേവിയോട് വരയ്ക്കപ്പുറം പോകരുതെന്ന് വിലക്കിയിട്ട് കാട്ടിലേക്ക് ഓടി. ഈ സമയം രാവണൻ സന്യാസി വേഷത്തിൽ ആശ്രമത്തിലെത്തി ഭിക്ഷ ചോദിച്ചു. സീത വരയ്ക്കപ്പുറം ചെന്ന് സന്യാസിക്ക് ഭിക്ഷ കൊടുത്തു. സന്യാസി പെട്ടെന്ന് വേഷം മാറി രാവണനായി തീർന്നു. സീതയെ ബലമായി പിടിച്ച് പുഷ്പവിമാനത്തിൽ കയറ്റി വാതിലടച്ചു. അമ്മേ, വാതിലടച്ചിട്ട് സീതയെ രാവണൻ എന്ത് ചെയ്തു? അച്ഛാ, രാവണൻ സീതയെ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തിട്ടാ മോനെ? ലക്ഷ്മി, ലക്ഷ്മി, നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്?
ഞാനൊന്ന് മയങ്ങിപ്പോയി. വരൂ, ഊണ് കഴിക്കാം. കുളിക്കണ്ടേ? അയ്യോ, വെള്ളം ചൂടാക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ ചൂടാക്കി തരാം. നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല, വരൂ. അമ്മേ, ദേ ഒരാൾ വന്നിരിക്കുന്നു. എത്രയുണ്ട് ഡോക്ടർ? നോർമൽ. ഡോക്ടർ, ഗീതയ്ക്ക് പ്രഷർ ഉണ്ടോന്ന് ഒന്ന് നോക്കി. ഡോക്ടർ, ചിരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അതിനുള്ള കാര്യമുണ്ടായി. ഇന്നലെ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്കിൽ 25,000 രൂപയുടെ കുറവുണ്ടായി. അനുഭവിക്കേണ്ടവൾ ഗീതയല്ലേ? അവൾക്ക് എങ്ങനെ പ്രഷർ ഉണ്ടാകാതിരിക്കും? 25,000 രൂപയുടെ കുറവ് അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണെന്ന് ആർക്കറിയാം ഡോക്ടർ? ആ, ശരി ഡോക്ടർ. ആ, കണക്കുകൾ ഒത്തു നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നു? എന്റെ കണക്ക് ശരിയാണ്, പക്ഷെ സ്റ്റോക്കിൽ കുറവുണ്ട്. എവിടെയാ പിശക് പറ്റിയത്? സാർ, സ്റ്റോറിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലിയറൻസ് കഴിഞ്ഞ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തി പുസ്തകത്തിൽ എഴുതിയതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സ്റ്റോക്ക് ബുക്ക് ഇപ്പൊ കാണാനില്ലല്ലോ, അതെവിടെ പോയി? ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോക്ക് ബുക്ക് വെച്ചിരുന്നത്. അത് ആരെടുത്തൊന്നും എനിക്കറിയില്ല. ഏതായാലും കുറവ് വന്നിരിക്കുന്ന സ്റ്റോക്കിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മറ്റൊരാളുടെ കയ്യിൽ താക്കോൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒക്കില്ല. മുതലാളി, സ്റ്റോറിന്റെ താക്കോല് ഒരാളെ കയ്യിൽ, അപ്പോൾ നിൽക്കുന്ന ചരക്കിന്റെ കണക്കൊക്കെ വേറൊരാളെ കയ്യിൽ. ഇത് രണ്ടും ഒരാളെ കയ്യിലാകാത്തതുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്നു മുതൽ സ്റ്റോറിന്റെ കണക്കുകളും താക്കോലും പ്രസാദ് സൂക്ഷിക്കട്ടെ. അച്ഛാ, പിശക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ താക്കോല് കൈമാറ്റം ചെയ്യുന്നത് ശരിയല്ല. സോമന്റെ ചുമതലയിരിക്കുമ്പോഴല്ലേ സ്റ്റോക്കിൽ കുറവുണ്ടായത്? ആ നിലയ്ക്ക് ഇനി സോമൻ താക്കോൽ സൂക്ഷിക്കുന്നത് ശരിയല്ല. വിശ്വസ്തനായ ഒരു ജോലിക്കാരന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അച്ഛാ ഈ തീരുമാനം. എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വേദനയുമില്ല. സ്റ്റോക്കിൽ എങ്ങനെ കുറവ് വന്നുവെന്ന് എന്നെങ്കിലും പുറത്തു വരാതിരിക്കുകയില്ലല്ലോ. അപ്പൊ ഞാൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാവും. ഇതാ സാർ സ്റ്റോറിന്റെ താക്കോൽ. പ്രസാദ്, ഇതാ, ഇന്നു മുതൽ സ്റ്റോറിന്റെ ചുമതല പൂർണ്ണമായും നിങ്ങൾക്കാണ്. മോനെ, പള്ളിക്കൂടത്തിൽ മണിയടിക്കാറായി, വേഗം ചെല്ലും. ഇന്ന സ്ലേറ്റും ബുക്കും. അമ്മച്ചി, ചോക്ലേറ്റ് ആ താടിക്കാരി മാമൻ ഇന്നും വരുമോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്? വാ. പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത്. പറഞ്ഞാലെന്താ? പറഞ്ഞാലോ? പറഞ്ഞ അടിച്ചത് തൊലി ഞാൻ പൊളിക്കും. വാടാ, പോ. മുതലാളി ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ അവമാനിക്കരുത്. ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരു അവധി കൂടി തരണം. എടോ സോമൻ, താൻ എന്താണ് ഈ പറയുന്നത്? താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ? പണം കിട്ടിയെന്നു? അതേടോ, തന്റെ കടം വീട്ടിൽ കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന് പണം കൊടുത്തിട്ട് പോയി. ആരാ കൊണ്ടു തന്നത്? ആരാണെന്ന് തിരുമൽദേവന് മാത്രം അറിയാം. ഇതാ താൻ എഴുതി തന്ന കടപ്പത്രം. ഇത് കേട്ടിട്ട് ഒരു കടങ്കഥ പോലെ ഇരിക്കുന്നു. ഇത്രയധികം പണം തന്ന് നമ്മളെ സഹായിച്ച ആൾ ആരായിരിക്കും? ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഉടുപ്പ് മാറ്റിയിട്ട് കുളിക്കൂ. ആൾ ആരാണെന്ന് എന്നെങ്കിലും അറിയാതിരിക്കുവോ?